നമുക്ക് സമയമല്ല എന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ സമയമല്ല, ഒരു കാര്യം ചെയ്യാൻ നമുക്ക് സമയമല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പറയേണ്ട ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ തുടങ്ങിയാൽ മതി. ദർ ഈസ് നോ ടൈം ഫോർ. ദർ ഈസ് നോ ടൈം ഫോർ. ഇപ്പോൾ ഈ ദർ ഈസ് നോ ടൈം ഫോർ എന്നുള്ളത് പഠിച്ചു വെക്കുക. എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് സമയമില്ല എന്ന് പറയില്ല. നമ്മളൊക്കെ തിരക്കുള്ള ആളുകളാണ് പലപ്പോഴും. അപ്പോൾ ഇന്നതിന് സമയമില്ല, അതിന് സമയമില്ല എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ തർക്കം എന്നുള്ളതിന് നമ്മൾ ആർഗ്യുമെൻ്റ് എന്നാണ് പറയുക. തർക്കിക്കുക അല്ലെങ്കിൽ തർക്കം, അതിനെ നമ്മൾ ആർഗ്യുമെൻ്റ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഈ ഒരു യൂസ് വെച്ചിട്ട് തർക്കിക്കാൻ സമയമില്ല അല്ലെങ്കിൽ തർക്കത്തിന് സമയമില്ല എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം? ദർ ഈസ് നോ ടൈം ഫോർ ആർഗ്യുമെൻറ്റ്. മനസ്സിലായോ? ദർ ഈസ് നോ ടൈം ഫോർ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ദർ ഈസ് നോ ടൈം ഫോർ എന്ന് പറഞ്ഞതിന് ശേഷം ആ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത് ആ രീതിയിൽ ഇത് മൊത്തം നിങ്ങൾ പഠിച്ചു വെക്കുക. ദർ ഈസ് നോ ടൈം ഫോർ, ദർ ഈസ് നോ ടൈം ഫോർ. ചെറിയ കാര്യങ്ങൾക്കൊന്നും സമയമില്ല. ചെറിയ കാര്യം, സ്മോൾ തിങ്സ്. അതാണ് സ്മോൾ തിങ്സ്. അപ്പോൾ എങ്ങനെ പറയാം? ദർ ഈസ് നോ ടൈം ഫോർ സ്മോൾ തിങ്സ്. ദർ ഈസ് നോ ടൈം ഫോർ സ്മോൾ തിങ്സ്. ഇപ്പോൾ ഇടവേള, ബ്രേക്ക് അല്ലേ, ബ്രേക്കിന് സമയമില്ല. അപ്പോൾ നമ്മളെങ്ങനെ പറയാം? ദർ ഈസ് നോ ടൈം ഫോർ ബ്രേക്ക്. ദർ ഈസ് നോ ടൈം ഫോർ ബ്രേക്ക്. ബ്രേക്കിന് സമയമില്ല. ഇനി എന്താ പറയുക, പ്ലാനിങ്ങിന് സമയമില്ല. തയ്യാറെടുക്കൽ അല്ലെങ്കിൽ തയ്യാറെടുപ്പ്, പ്ലാനിങ്ങിന് സമയമില്ല. അപ്പോൾ നമ്മളെങ്ങനെ പറയാം? ദർ ഈസ് നോ ടൈം ഫോർ പ്ലാനിങ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സമയമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ദർ ഈസ് നോ ടൈം ഫോർ എന്ന് നമ്മൾ പഠിച്ചു വെക്കുക. എന്നിട്ട് അതിനുശേഷം എന്താണോ ആ കാര്യം അത് നമ്മൾ പറയാം. ഇപ്പോൾ നമുക്ക് അസാധാരണമായിട്ട് തോന്നുന്നൊരു സാഹചര്യം നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ, അസാധാരണമായിട്ടുള്ള സംഗതി നടക്കുമ്പോൾ നമ്മൾ പറയാൻ കഴിയുന്ന ഒരു യൂസാണ് എന്ത്? ഇറ്റ് ഈസ് സ്ട്രേഞ്ച് ദാറ്റ്. എന്താ പറയുക? ഇറ്റ് ഈസ് സ്ട്രേഞ്ച് ദാറ്റ്. അതായത് അസാധാരണമായിട്ട് തോന്നുന്നു എന്ന് നമ്മൾ പറയില്ലേ. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് എത്തുകയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ കുറേ ആളുകളെ പ്രതീക്ഷിക്കുന്നു, പക്ഷേ അവിടെ ആരുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താ പറയുക? ഇറ്റ് ഈസ് സ്ട്രേഞ്ച് ദാറ്റ് നോബഡി ഈസ് ഹിയർ. കണ്ടോ? അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചത് കുറേ ആളുകളാണ് അവിടെ, പക്ഷേ അവിടെ ആരുമില്ല, ആളുകളില്ല. അപ്പോൾ നിങ്ങൾക്ക് അതൊരു അസാധാരണമായിട്ട് തോന്നുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് സ്ട്രേഞ്ച് ദാറ്റ് നോബഡി ഈസ് ഹിയർ. ഇറ്റ് ഈസ് സ്ട്രേഞ്ച് ദാറ്റ് നോബഡി ഈസ് ഹിയർ. അപ്പോൾ അസാധാരണം എന്ന് തോന്നുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സമയത്താണ് എന്ത് പറയുക? ഇറ്റ് ഈസ് സ്ട്രേഞ്ച് ദാറ്റ്. എന്നിട്ട് ആ കാര്യം നമ്മൾ പറയാം. ഇറ്റ് ഈസ് സ്ട്രേഞ്ച് ദാറ്റ് എവറിബഡി ഈസ് ബിസി. ഇറ്റ് ഈസ് സ്ട്രേഞ്ച് ദാറ്റ് യു ആർ ബിഹേവിങ് ലൈക്ക് ദിസ്. നീ ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നു, അസാധാരണമായിട്ട് തോന്നുന്നു. സോ സംഗതി എന്താണ്? നമുക്ക് അസാധാരണം എന്ന് തോന്നുന്ന, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയുക? ഇറ്റ് ഈസ് സ്ട്രേഞ്ച് ദാറ്റ് എന്ന് പറയാം.